The Vizhinjam International Seaport, Thiruvananthapuram, India's gateway to the global maritime trade map. The seaport is being hailed as a deepwater marvel, ready to boost exports and drive industrial growth. But beneath its towering cranes lies a brewing storm, a question of local jobs. The promise was clear: locals would benefit from the economic boom this seaport is set to bring. But as the port nears its grand first phase commissioning in January 2025, voices from the nearby community say otherwise. നിലവിലെ പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് വിവിധ മേഖലകളിൽ കൃത്യമായും തൊഴിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പദ്ധതി പ്രദേശത്തെ വളരെ കുറച്ചു പേരെ എണ്ണമറ്റ കുറേ ആളുകൾ മാത്രമാണ് ഈ പദ്ധതി പ്രദേശത്തെ പ്രധാനപ്പെട്ട തൊഴിലുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ 2, 3, 4 മാസമുള്ള ചെറിയ തരത്തിലുള്ള കോഴ്സുകൾക്ക് സൗജന്യമായി കോഴ്സ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കോഴ്സുകൾ ഇതിനകത്ത് വളരെയധികം പ്രയോജനപ്പെടുമോ? പോർട്ടിൻ്റെ പല ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാധാരണ കോഴ്സുകൾ പ്രയോജനപ്പെടുമോ എന്നുള്ളതും ഒരു സംശയാസ്പദമായ ഒരു നിലപാടാണ്. Though the state government and the concessionaire, Adani Vizhinjam Port Private Limited, gave the assurance that employment for locals during both construction and operational phases will be ensured, on the ground, the picture is murkier. To bridge the gap, the state government set up a training center at Vizhinjam in the form of a community skill park. Courses like ITV truck operator and lasher are tailored for port-related jobs. അസാപ്പിന് 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളുണ്ട്. അതിലേറ്റവും ലേറ്റസ്റ്റും ന്യൂലി ഇനാഗുറേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കാണ് വിഴിഞ്ഞത്തുള്ളത്. നമ്മുടെ വിഴിഞ്ഞത്തുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ണർ എന്ന് പറയുന്നത് അദാനി സ്കിൽസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. 10ാം ക്ലാസ്, +2, ബിരുദം, ITI തുടങ്ങിയ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവജനങ്ങൾക്കും തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, പ്രൊഫഷണൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് പ്ലേസ്മെൻറ്റും അതിൻ്റെ അസിസ്റ്റൻസും കൊടുക്കുക എന്നുള്ളൊരു മെയിൻ പർപ്പസാണ് ഇപ്പോൾ നമുക്കുള്ളത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്സും പ്ലേസ്മെൻറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അദാനി സ്കിൽസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. പ്രസൻ്റ്ലി ITV, ലാഷർ മുതലായ ഫീൽഡുകളിൽ അവർ ട്രെയിനിങ് കൊടുത്തിട്ട് കുട്ടികൾക്ക് സക്സസ്ഫുള്ളി പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. Documents from 2018 shows that locals were employed in construction, security and office roles. But complaints persist that the numbers are still too low. അപ്പോൾ നമ്മളവരോട് പറഞ്ഞു, നിങ്ങളിവിടെ ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിന് ഒരാൾക്കൊരു ജോലി ഉറപ്പുവരുത്തണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരത് വാക്കാലെ സമ്മതിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ ജോലി തരും, ജോലിയൊക്കെ ഉണ്ടാകും എന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ കണക്കെടുക്കുമ്പോൾ അത്രത്തോളം ആദ്യ ഫേസിലധികം അത്രത്തോളം വലിയ ജോലി ഇവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 500 അത്രയൊക്കെ അതിൻ്റെ അടുപ്പിച്ചാണെന്ന് തോന്നുന്നു. ഇനി അതിൽ തന്നെ പലതും സ്കിൽഡ് ലേബേഴ്സാണ് കാണുന്നത്. അപ്പോൾ ഇതുമൂലം അഫക്റ്റഡായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിതിന് ട്രെയിൻഡ് അല്ല. അപ്പോൾ ട്രെയിൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുത്തെടുക്കണം. The Adani Foundation's Saksham initiative has launched short-term courses from data entry to truck operations. But critics argue these aren't enough to guarantee sustainable jobs at the port. ഇന്ന് അസാബിൽ കൊടുക്കുന്ന 1 മാസം, 2 മാസം, 3 മാസം ട്രെയിനിങ് ചെയ്യുന്ന ഈവൻ ഒരു ITI ഈക്വൽ ക്വാളിഫിക്കേഷൻ പോലും ഇല്ല. അപ്പം നമ്മുടെ ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാവർക്കും ഈ പോർട്ടിൽ ജോലി കിട്ടണമെന്നുമില്ല. അപ്പോൾ അനേകം ആൾക്കാർ പുറത്ത് നിൽക്കുമ്പം നമ്മൾ വേരിയബിളായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഡിപ്ലോമ ലെവലിലോ ഡിഗ്രി ലെവലിലോ കൊടുക്കുകയാണെങ്കിൽ ഈ പോർട്ട് അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് മറ്റേതെങ്കിലും പോർട്ടിൽ തന്നെ തൊഴിൽ സാധ്യത ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷേ ആ രീതിയിലല്ല ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഗവൺമെൻറ്റും അദാനിയും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. The seaport is a beacon of hope for Kerala's economy, but for locals, the journey towards equitable opportunities is still a challenge.
Vizhinjam is more than a port. It's a promise, one that must deliver not just on trade, but on the aspirations of its people. The Vizhinjam seaport success hinges not just on its economic prospects but also on its social responsibility. The state government and the concessionaire must ensure that local employment opportunities are created and sustained. It's time to convert the promises into paychecks for the people of Vizhinjam. Only then can this mega project claim to be friendly to the local community. For Southwest Kerala, Dilip V. Kumar.